ദുഃഖിക്കുന്നവർ അനുഗ്രഹീതർ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി ദുഃഖിതരുടെയും പീഡിതരുടെയും വേദനകളിൽ പങ്കുചേരാൻ നമ്മുടെ ദുഃഖ അനുഭവങ്ങൾ പ്രേരകമായി തീർന്നാൽ നാം ധന്യരായി തീരുമെന്ന് ജോൺ എം ഫീഹാൻ്റെ അനുഭവകഥ വ്യക്തമാക്കുന്നു. ദീർഘകാലം ക്യാൻസർ രോഗത്തോട് മല്ലടിച്ച് മരണമടഞ്ഞ സഹധർമ്മിണിയുടെ വേർപാടുകളോടുകൂടി ഏകാന്തതയും അരക്ഷിതത്വബോധവും ഫീഹാൻ്റെ മനസ്സിനെ കുഴച്ചുമുറിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. കേന്ദ്ര ബിന്ദുവില്ലാതെ തൻ്റെ ജീവിതം കറങ്ങുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. തൻ്റെ ദുഃഖം മറ്റുള്ളവരോടുള്ള വെറുപ്പായി രൂപം കൊണ്ടു. തനിച്ചിരിക്കുമ്പോഴോ തനിയെ കാറിൽ സഞ്ചരിക്കുമ്പോഴോ ആരെയെങ്കിലും കൂട്ടിനെ വിളിക്കണമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിലും അവർ തൻ്റെ ഊന്നുവടികളായി പരിണമിക്കുമെന്ന് വിചാരിച്ച് അതിനെ തുനിഞ്ഞിട്ടില്ല. എന്നാൽ തനിച്ചിരിക്കുന്നത് നല്ലതാണെങ്കിൽ തന്നെയും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നത് നല്ലതല്ലെന്നും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. സമൂഹത്തിലെ ഉന്നതന്മാരുടെ ഇടയിലേക്കല്ല, പിന്നെയോ ദുഃഖിതരും പീഡിതരുമായ കൂലിക്കാർ, കൃഷീവരന്മാർ, മീൻപിടുത്തക്കാർ മുതലായവരുടെ അടുക്കിലേക്കാണ് അദ്ദേഹം പോയത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും പങ്കുചേരുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് എന്ന സത്യം തൻ്റെ ദുഃഖ അനുഭവമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കുട്ടിക്കാലത്തിന് ശേഷം താൻ കണ്ടിട്ടില്ലാത്ത സത്യസന്ധതയും ആത്മാർത്ഥതയും ഫീഹാൻ ആ സാധാരണക്കാരിൽ കണ്ടെത്തി. ഭൂമിയുടെ ഉപ്പായ ആ പാവപ്പെട്ടവരുടെ അടുക്കൽ പോകുന്നത് അദ്ദേഹത്തിന് ആനന്ദ നിർവൃതി ഉളവാക്കി. ദുഃഖിക്കുന്നവർ അനുഗ്രഹീതർ എന്തുകൊണ്ടെന്നാൽ അവർ ദുഃഖിതരെ ആശ്വസിപ്പിക്കും. സുപ്രസിദ്ധ ഐറിഷ് കവിയായ തോമസ് മൂറിൻ്റെ പുത്രിമാരിൽ ആദ്യത്തെ കൺമണി അകാല മൃത്യുവിന് ഇരയായി. അവളുടെ മരണം അദ്ദേഹത്തിന് ദുസ്സഹമായ വേദന ഉളവാക്കി. ഏറെ താമസിയാതെ രണ്ടാമത്തെ മകൾ രോഗശയ്യയിലായി. അവളും അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഭാര്യയുടെ തോളിലേക്ക് ചാഞ്ഞ്, ബസ്സി, ഇതെനിക്ക് വഹിക്കുവാൻ കെൽപ്പില്ല എന്ന് പറഞ്ഞ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉരുകിയ ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നീരുറവിൽ നിന്ന് ഒരു കവിത പൊന്തി വന്നു. അത് ദുസ്സഹമായ ദുഃഖത്തിലും കൊടിയ മനോവേദനയിലും അമർന്ന് നെടുവീർപ്പെടുന്ന ജനകോടികൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. പ്രസ്തുത കവിതയിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ആശ്വാസം ഇല്ലാത്തവരെ, നിങ്ങളുടെ മനസ്സ് വേദനപ്പെട്ട് വെന്തു നീറുന്നത് ഏത് സാഹചര്യത്തിലായാലും വരിക. കൃപയുടെ ഇരിപ്പിടത്തിന് മുൻപിൽ ഭക്തിപൂർവ്വപ്പെട്ട് മുട്ടുകുത്തുക. ദുഃഖം മൂലം വ്രണിതമായ നിങ്ങളുടെ ഹൃദയം തിരുമുൻപിൽ സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയെക്കുറിച്ച് തിരുമുൻപിൽ പറയുക. ദൈവത്തിനെ നീക്കുവാൻ കഴിയാത്ത ഒരു ദുഃഖവും ലോകത്തിലില്ല. നമ്മുടെ ദുഃഖങ്ങൾ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനുള്ള പ്രേരകമായി തീരട്ടെ. ഓർക്കണമേ, ദൈവം മനുഷ്യർക്ക് എഴുതിയ കത്താണ് ഈ ലോകം. സദൃശവാക്യം 3:27. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.